സിനിമ ആരംഭിക്കുമ്പോൾ നമ്മുടെ നായകൻ സാമിനെയാണ് കാണിക്കുന്നത്. പുള്ളിക്കാരൻ ഒരു മ്യൂസിക് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ അവന്റെ എക്സ് ഗേൾഫ്രണ്ടിനെ കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു അപ്പാർട്ട്മെന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 6ാമത്തെ ഫ്ലോറിലാണ് മുൻ കാമുകിയുടെ ഫ്ളാറ്റ്. നമ്മുടെ നായകൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്തോ വലിയൊരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൻ ആ ആൾത്തിരക്കിനിടയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും തന്റെ മുൻകാമുകനെ കണ്ടപ്പോൾ അങ്ങനെ ഒരു ചമ്മലൊന്നും കാണിക്കാതെ അവനെ വെൽക്കം ചെയ്ത് ആ പാർട്ടിയിൽ എൻജോയ് ചെയ്യാൻ പറയുന്നു. മാത്രവുമല്ല അതോടൊപ്പം തന്നെ അവളുടെ പുതിയ കാമുകനെയും പരിചയപ്പെടുത്തുന്നു. അവരുടെ പ്രണയലീലകളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സാമിന് ചെറുതായിട്ടൊരു അസൂയൊക്കെ വരുന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും പുറത്ത് കാണിക്കാതെ അവൻ എന്റെ കാസറ്റ് നിന്റെ കയ്യിലാണെന്നും അതെനിക്കൊരു ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് അത് തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത്, അത് കിട്ടിയാൽ ഞാൻ ഉടനെ തന്നെ പൊക്കോളാമെന്ന് പറയുന്നു. നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ അകത്തേക്ക് പോകുന്നു. പെൺകുട്ടികളുടെ കാര്യം അറിയാലോ, ആണുങ്ങളോട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മുടെ നായകന്റെ അവസ്ഥയും അത് തന്നെയായിപ്പോയി. ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും പുള്ളിക്കാരി തിരിച്ചു വന്നില്ല. അവളാട്ടെ ആ പാർട്ടിയിൽ ഓരോരാളോടും സംസാരിച്ച് അങ്ങനെ ബിസിയായി നടക്കുകയാണ്. സാം അങ്ങനെ എല്ലാവരുമായിട്ടും ഒരുപാട് മിങ്കിൾ ചെയ്യുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ആ പാർട്ടിയിൽ പുള്ളിക്ക് എൻജോയ് ചെയ്യാനേ സാധിച്ചില്ല. ആരോടും ഒരു കമ്പനിയും കൂടാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിങ്ങനെ ഒറ്റക്ക് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അങ്ങനെ സമയം ഒരുപാട് വൈകി. പുള്ളിക്കാരിയാകട്ടെ സാമിനെ മൈൻഡ് ചെയ്യുന്ന പോലുമില്ല. അവൻ ആകെ ദേഷ്യം പിടിച്ചു. അവൻ നേരെ പാർട്ടിക്ക് നടുവിലേക്ക് ചെന്നിട്ട് അവളുടെ കൈ പിടിച്ച് വലിച്ച് എന്റെ കാസ്റ്റ് എവിടെ, എനിക്ക് വേഗം പോകണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. സാം ഇങ്ങനെ പെരുമാറുന്നത് കണ്ടപ്പോൾ പുള്ളിക്കാരിയുടെ പുതിയ ബോയ് ഫ്രണ്ടിനും ദേഷ്യം പിടിച്ചു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞ് അവൻ സാമിനോട് ഒരല്പം ഒരന്ത് കാണിക്കുന്നു. അപ്പോൾ പുള്ളിക്കാരി പറയും, എടാ നിന്റെ കാസറ്റൊക്കെ ഇവിടെ തന്നെയുണ്ട്, ഈ ഫ്ളാറ്റിന്റെ ഏറ്റവും അവസാനത്തെ റൂമിലുണ്ടല്ലോ, അവിടെയാണ് അത് കെട്ടിപ്പെറുക്കി വെച്ചിരിക്കുന്നത്, നീ ഒന്ന് അവിടെ പോയി വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് സാമിനെ സമാധാനിപ്പിച്ച് പുള്ളിക്കാരി അവിടേക്ക് അയക്കുന്നു. പാർട്ടിയല്ലേ, എല്ലാവരും വെള്ളടിച്ചിട്ടുള്ളത്. ആകെ ആടി ആടി ഒലഞ്ഞിട്ടാണ് അവരെല്ലാം പോകുന്നത്. അവരെയൊക്കെ മറികടന്ന് നമ്മുടെ സാം ആ മുറിയും തപ്പി അങ്ങോട്ട് പോവുകയാണ്. അതിനിടയിൽ ഒരുത്തം വന്നിട്ട് അറിയാതെ സാമിന്റെ മൂക്കിനിട്ടൊരൊറ്റടി. അവനാണെങ്കിൽ ഭയങ്കര വേദന എടുക്കാൻ തുടങ്ങി. അയ്യോ സോറി അറിയാതെ പറ്റിയതാണെന്ന് അയാൾ വെള്ളപ്പുറത്ത് പറയുകയും ചെയ്തു. കുഴപ്പമില്ല, പോതൊക്കെ പോ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് സാം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ സാം എക്സ് കാമുകി പറഞ്ഞ മുറിയിലെത്തുന്നു. പാർട്ടിയുടെ ഒച്ചപ്പാടും ബഹളവും ഒക്കെ സഹിക്കാൻ പറ്റാതെ സാം ആ മുറിയുടെ വാതിലടക്കുന്നു. കുറച്ചുനേരം ആ റൂമിലൊക്കെ പരുതിയപ്പോഴേക്കും ഒരു കാർഡ്ബോർഡ് ബോക്സിൽ താൻ അന്വേഷിച്ചു വന്നിരിക്കുന്ന കാസറ്റുകളൊക്കെ വെച്ചിരിക്കുന്നത് അവൻ കാണുന്നു. ഉടനെ തന്നെ അവൻ അതെടുക്കാൻ വേണ്ടി കുനിയുന്നു. പെട്ടെന്ന് അവന്റെ മൂക്കിൽ നിന്നും രക്തം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അവൻ വേഗം ടിഷ്യൂ എടുത്ത് ആ രക്തം തുടച്ചുകൊണ്ട് ഒരു കസേരയിലേക്ക് ഇരിക്കുന്നു. പാവം സാം അവൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെയാണ് അവൻ ഉറക്കം ഞെട്ടിയത്. ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോയല്ലോ, എന്തായാലും വേഗം പോയേക്കാം എന്നും പറഞ്ഞ് സാം വേഗം ആ കാർഡ്ബോർഡ് ബോക്സും എടുത്ത് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. പുറത്തിറങ്ങിയ അവൻ ആകെ ഞെട്ടിത്തരിച്ചുപോയി. അവിടെ മുഴുവൻ അലങ്കോലമായി കിടക്കുന്നു. എല്ലാം അവിടെയും ഇവിടെയും ചിതറിത്തെറിച്ചിരിക്കുന്നു. ചുമരലാണെങ്കിൽ രക്തക്കറ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവൻ ഒരു പിടിയും കിട്ടുന്നില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ സാം കയ്യിലുള്ള കാർഡ്ബോർഡ് ബോക്സ് അവിടെ വെച്ചിട്ട് ഒരു കട്ടയും എടുത്ത് പതിയെ അടുത്ത മുറിയുടെ വാതിൽ തുറക്കുന്നു. അവിടെ അവന്റെ എക്സ് കാമുകി എതിർദിശയിലേക്ക് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇവൻ വേഗത്തിൽ അവളുടെ പേര് വിളിക്കുന്നു. പൊടുന്നനെ ബീഫ് കണ്ട മലയാളിയെ പോലെ ആ സോംബി അവനെ നേരെ പാഞ്ഞെടുത്തു. ആ സോംബിയുടെ പിടിയിൽപ്പെടാതെ സാം വേഗം വാതിലടച്ച് ആ മുറിയിൽ തന്നെ ഇരിക്കുന്നു. അവനാകെ പേടിച്ച് വിറച്ചുപോയിരിക്കുകയാണ്. ജനല് വഴി അവൻ പുറത്തേക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എത്തി നോക്കുന്നു. സോംബികൾ മനുഷ്യമാംസത്തിന് വേണ്ടി അവിടെയും ഇവിടെയും അലയുന്നത് അവന് കാണാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല തൊട്ടപ്പുറത്തുള്ള അപ്പാർട്ട്മെന്റിൽ സോംബികൾ മനുഷ്യരെ വെറിയോടെ ആക്രമിക്കുന്നതും കണ്ട് അവൻ ഞെട്ടിത്തരിച്ചുപോയി. കുറച്ചുപേര് സോംബിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കാറിൽ കയറി അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുമ്പോഴേക്കും സോംബികളെല്ലാം ചേർന്ന് അയാളെ ആക്രമിക്കുന്നതും സാമിനോടൊപ്പം തന്നെ നമുക്കും കാണാം. അതോടുകൂടി ഇപ്പൊ ഇവിടെ നിന്ന് പുറത്തേക്കിറങ്ങുന്നതും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ സേഫ് അല്ല എന്ന് സാമിന് ബോധ്യമാവുന്നു. അവൻ ഇപ്പോൾ ഉള്ള റൂമിൽ തന്നെ ഒരു ഡോറ് അവൻ ശ്രദ്ധിക്കുന്നു. അത് പതിയെ ശ്രദ്ധയോടെ അവൻ തുറന്നു നോക്കുന്നു. അതിലൂടെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്സ് അവൻ കാണുന്നു. അവൻ പതിയെ ശബ്ദമുണ്ടാക്കാതെ അതിലൂടെ മുകളിലേക്ക് പോകുന്നു. റൂഫ് ടോപ്പിൽ ചെന്ന അവൻ താഴേക്ക് നോക്കുമ്പോൾ 4 പാടും സോംബികൾ നിറഞ്ഞ് രണക്കൊടൂരമായിരിക്കുകയാണ്. എന്തോന്ന് രണക്കൊടൂരോ? അങ്ങനെ ഒരു വാക്കുണ്ടോ മലയാളത്തില്? മുഴുവൻ രക്തം തളം കെട്ടിക്കിടക്കുകയാണ്. അത് മതി അല്ലെ? അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവാൻ യാതൊരു വഴിയും കാണാതെ സാം ആകെ അപ്സെറ്റ് ആവുന്നു. ഇനി എന്ത് ചെയ്യാൻ പറ്റും? മറ്റൊരു വഴിയുമില്ലാതെ അവൻ നേരെ ആ റൂമിലേക്ക് തിരിച്ചു വരുന്നു. അവിടെയുള്ള രക്തക്കറകളെല്ലാം അവൻ കഴുകി തുടയ്ക്കുന്നു. അലങ്കോലമായ സാധനങ്ങളെല്ലാം മാറ്റി അലങ്കരിക്കുന്നൊന്നുമില്ല, അടുക്കി പെറുക്കി വെക്കുന്നു. അതിനിടയിൽ അവന് താഴത്തെ ഫ്ളാറ്റിൽ നിന്നും എന്തോ ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്നറിയാൻ അവൻ നിലത്തേക്ക് കാതോർത്തു നിൽക്കുന്നു. സാം ആ ഹോള് വഴി താഴേക്ക് നോക്കിയപ്പോൾ അല്പം പ്രായം ചെന്നൊരു മനുഷ്യൻ സ്വയം വെടിവെച്ച് മരിച്ചിരിക്കുന്നത് കാണുന്നു. സാം ഉടനെ തന്നെ അവിടെ നിന്ന് കിട്ടിയ കമ്പി കഷ്ണൊക്കെ എടുത്തിട്ട് ആ ഹോള് ഇടിച്ചു പൊളിച്ച് ഒരാൾക്ക് കടക്കാൻ പാകത്തിൽ വലുതാക്കുന്നു. ശേഷം ഒരു കയറൊക്കെ കെട്ടി അതുവഴി വലിഞ്ഞ് താഴേക്കിറങ്ങുന്നു. സോംബിയായി മാറിയ തന്റെ ഭാര്യയെ വെടിവെച്ച് കൊന്നിട്ട് ആത്മഹത്യ ചെയ്തതാണ് അയാൾ എന്ന് സാമിന് അപ്പോഴാണ് മനസ്സിലായത്. ഉടനെ തന്നെ സാം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മരിച്ച വ്യക്തിയുടെ കയ്യിൽ നിന്നും ആ തോക്ക് എടുത്തു വയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ നിന്ന് കഴിക്കാൻ കിട്ടുന്നതെല്ലാം സാം ശേഖരിക്കുന്നു.
ശേഷം ആ ഗണ്ണുമെടുത്ത് ആ ഫ്ളാറ്റിന്റെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങുന്നു. ശബ്ദമുണ്ടാക്കാതെ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് സ്റ്റെപ്സ് വഴി അവൻ താഴേക്കിറങ്ങുന്നു. ഓരോ ഫ്ലോറിലും തുറന്നു കിടക്കുന്ന വീടിന്റെ വാതിലുകളെല്ലാം അവൻ ശബ്ദമുണ്ടാക്കാതെ അടയ്ക്കുന്നു. ശേഷം വീണ്ടും അവൻ താഴേക്കിറങ്ങുന്നു. താഴെ മെയിൻ ഡോറിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ ഒരു സോംബി അങ്ങോട്ടേക്ക് തിരിഞ്ഞു നിൽപ്പുണ്ട്. സാം ശ്വാസം പോലും കഴിക്കാതെ അടിവെച്ച് ശബ്ദമുണ്ടാക്കാതെ ആ മെയിൻ ഡോർ അടയ്ക്കുന്നു. ശേഷം അതിന് തൊട്ടടുത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി റൂമിലേക്ക് പോകുന്നു. അവിടെ ആ അപ്പാർട്ട്മെന്റിലുള്ള എല്ലാ ഫ്ളാറ്റുകളുടെയും താക്കോലുകൾ ഉണ്ടായിരുന്നു. അവൻ വേഗം അതെല്ലാം എടുത്തു വയ്ക്കുന്നു. അതേസമയം ഒരു സോംബി ജനലിലൂടെ കൈയിട്ട് നമ്മുടെ സാമിനെ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവിടെയുള്ള ഫ്രിഡ്ജ് തുറന്ന് അതിനുള്ളിൽ നിന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ കൂളായിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. അതൊക്കെ കണ്ടപ്പോൾ അവന് വിശപ്പൊട്ട് സഹിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് തന്നെ അവൻ ഭക്ഷണവും കഴിക്കുന്നു. നമ്മുടെ സാം ഒരു ലോൺലി ടൈപ്പ് മാത്രമല്ല, ഒറ്റയ്ക്കുള്ള ജീവിതമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളുമാണ്. അതുകൊണ്ട് തന്നെ താൻ അവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ള ടെൻഷനൊന്നും പുള്ളിക്കുണ്ടായിരുന്നില്ല. അങ്ങനെ സാം അവിടെ തന്നെ താമസിക്കാനും തനിക്ക് ആവശ്യമായ ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാനും തീരുമാനിക്കുന്നു. ശേഷം ആ ഫ്ളാറ്റിൽ നിന്ന് കിട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് 6ാമത്തെ ഫ്ലോറിൽ അവൻ ശരിയാക്കി വെച്ചിരിക്കുന്ന മുറിയിലേക്ക് പോകുന്നു. ശേഷം കുളിച്ചൊരുങ്ങി നല്ല കുപ്പായമൊക്കെ ഇട്ട് ആ അപ്പാർട്ട്മെന്റിലെ ഓരോ ഫ്ളാറ്റുകളും ചെക്ക് ചെയ്യാമെന്ന് ഉറപ്പിക്കുന്നു. എന്നിട്ട് താക്കോലും എടുത്ത് ഫസ്റ്റ് ഫ്ലോറിലെ ഫ്ളാറ്റിലേക്ക് പോകുന്നു. അവിടെ എത്തിയ സാം വാതിൽ പതിയെ തുറന്ന് ഗണ്ണുമെടുത്ത് ആ ഫ്ളാറ്റിലേക്ക് കയറുന്നു. നടക്കുന്നതിനിടയിൽ കാലിലെന്തോ തട്ടിയപ്പോൾ അതെന്താണെന്ന് താഴേക്ക് നോക്കുന്നു. ആ സോംബി അവനെ കടിച്ചു കീറാൻ വെറിയോടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഷ്ടകാലത്തിന് സാമിന് വെടിവെക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. അവൻ ആ തോക്ക് ഉപയോഗിച്ച് ആ സോംബിയെ തള്ളി മാറ്റാൻ പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ സോംബിയുടെ ഭാര്യ സോംബിയും കുട്ടി സോംബിയും കൂടി അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഭർത്താവ് ഭക്ഷണത്തിന് ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ സഹധർമ്മിണി സോംബിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? കുട്ടി സോംബിയെയും കൂട്ടി അവളും സാമിന് നേരെ കുതിക്കുകയാണ്. ഉയ്യന്റെ ഭഗവാനെ, ഇപ്പൊ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഞാൻ ഇവരുടെ ഫാമിലി സഫറാകുമെന്ന് മനസ്സിലാക്കിയ സാം സർവ്വശക്തിയും എടുത്ത് ആ സോംബിയെ തള്ളി മാറ്റി പുറത്തേക്ക് ഓടുന്നു. അങ്ങനെ നമ്മുടെ സാം ഒരു ഫുൾ സോംബി ഫാമിലിയെ കൊതിപ്പിച്ച് കടന്നു കളഞ്ഞു. വേഗം പുറത്തെത്തി വീടിന്റെ വാതിലടച്ച് അതിനു മുകളിൽ ഒരു ഇൻഡു മാർക്ക് ഇടുന്നു. ഓർക്കാതെ വീണ്ടും തള്ളിക്കേറി പോവരുതല്ലോ അതിനുള്ളിലേക്ക്. ശേഷം തന്റെ മുറിയിലേക്ക് വന്ന് സെക്കൻഡ് ഫ്ലോറിലെ താക്കോലും എടുത്ത് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്നു. അങ്ങനെ സാവധാനത്തിൽ ഫ്ളാറ്റ് തുറന്ന് അതിൽ സോംബികളൊന്നുമില്ല എന്ന് ഉറപ്പിക്കുന്നു. ആ ഫ്ലോറിൽ ആരുമില്ല എന്ന് മനസ്സിലാക്കിയ സാം ഉടനെ തന്നെ കിച്ചണിൽ ചെന്ന് ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നു. നമ്മുടെ സാം ഒരു മ്യൂസിക് ഡയറക്ടർ ആണല്ലോ, സോ അയാൾക്ക് ഉപയോഗപ്പെടുന്ന ചില സാധനങ്ങളും അവിടെ നിന്നും കിട്ടുന്നു. അതോടൊപ്പം തന്നെ ഒരു ടോയ് സ്നൈപ്പർ ഗണ്ണും സാം അവിടെ നിന്നും എടുത്തു വെക്കുന്നു. കൂടാതെ ഒരു ഹെഡ്ഫോണും സാമിന് ലഭിക്കുന്നു. അതിൽ ഒരു ചെറിയ പയ്യന്റെ വോയിസ് റെക്കോർഡ് ചെയ്തിരുന്നു. അത് കേട്ടുകൊണ്ട് വേറെ എന്തെങ്കിലും കിട്ടുമോ എന്ന് സാം തിരയുന്നു. അപ്പോൾ അവിടെ ഒരു ഡ്രം സെറ്റ് ഇരിക്കുന്നത് അവൻ കാണുന്നു. ശേഷം കിട്ടിയതെല്ലാം എടുത്തിട്ട് ആ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. എല്ലാം തൂക്കി 6ാമത്തെ ഫ്ലോർ വരെ പോവുകയെന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള കാര്യമാണല്ലോ അല്ലെ. അതുകൊണ്ട് തന്നെ ലിഫ്റ്റിൽ പോകാമെന്ന് തീരുമാനിക്കുന്നു. നേരെ പോയിട്ട് ലിഫ്റ്റ് തുറന്നു നോക്കിയപ്പോഴേക്കും അതിനുള്ളിൽ ഒരു വൃദ്ധനായ സോംബി കൊലവെറിയോടെ ഇരിപ്പുണ്ടായിരുന്നു. സാം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സോംബി മുത്തച്ഛൻ പുറത്തു വരാത്ത രീതിയിൽ ആ ലിഫ്റ്റിന്റെ ഗ്രിൽസ് ബെൽറ്റ് വെച്ച് കെട്ടുന്നു. രാത്രി മുഴുവൻ ആ ഹെഡ്ഫോണും വെച്ച് ആ പയ്യന്റെ വോയിസും കേട്ട് സാം കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ പുറത്തെ സ്ഥിതിഗതികളൊക്കെ എങ്ങനെയുണ്ടെന്ന് സാം ജനലിലൂടെ നോക്കുന്നു. ബ്ലഡി സോംബീസ്, ഒരു മാറ്റമില്ല. കൈയും കാലും ഇല്ലാത്ത സോംബികൾ രക്തത്തിൽ കുളിച്ച് മനുഷ്യമാംസത്തിനായി കൊതിയോടെ നിൽക്കുന്നത് കണ്ട സാമിന് ആകെ വിഷമമായി. ഇനി തനിക്ക് ഇവിടെ നിന്നും പുറത്തു കടക്കാനാവില്ല എന്ന് സാം ഉറപ്പിക്കുന്നു. അതിനുശേഷം ഓരോ വീട്ടിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ കൃത്യമായി ഓരോരോ പാക്കറ്റുകളിലാക്കി ഒരു മാസത്തേക്ക് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു ചാർട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നും കടന്നുപോയി. ഒരു ദിവസം നമ്മുടെ സാമിന് ആകെ ബോറടിക്കാൻ തുടങ്ങി. കുറെ നാളായില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്നത്. അപ്പോഴാണ് സെക്കൻഡ് ഫ്ലോറിൽ ആ ഫ്ളാറ്റിൽ വെച്ച് കണ്ട ഡ്രം സെറ്റ് അവന് ഓർമ്മ വരുന്നത്. ഉടനെ തന്നെ സാം അങ്ങോട്ടേക്ക് ചെന്ന് ഡ്രം അടിച്ച് ഒച്ചപ്പാടുണ്ടാക്കി ആഘോഷിക്കാൻ തുടങ്ങി. കേൾക്കാൻ വേറെ ആൾക്കാരൊന്നുമില്ലല്ലോ, അതുകൊണ്ട് എന്തും കാണിക്കാലോ. അപ്പോൾ പുറത്ത് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് സാം പോയി ജനലിലൂടെ നോക്കുമ്പോഴേക്കും ഈ ഡ്രമ്മിന്റെ ശബ്ദം കേട്ടിട്ട് സകലമാന സോംബികളും അങ്ങോട്ടേക്ക് ഇരച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതോടെ സാമിന്റെ ധൈര്യം മൊത്തം ചോർന്നുപോയി. വേഗം പോയിട്ട് ഡ്രം അടിയൊക്കെ നിർത്തി എല്ലാം ഓഫ് ചെയ്തിട്ട് നേരെ അവന്റെ മുറിയിലേക്ക് പോകുന്നു. വീണ്ടും നാളുകൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചിട്ടായിരിക്കുക. വീണ്ടും പുള്ളിക്കാരന് ബോറടിക്കാൻ തുടങ്ങി. അവൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിലുണ്ടായിരുന്ന ടോയ് സ്നൈപ്പർ ഗണ്ണില്ലേ, അത് വെച്ച് സോംബികളെ വെടിവെച്ച് കളിക്കുകയാണ്. ആ ഗണ്ണിൽ നിന്ന് ബുള്ളറ്റിന് പകരം കളറാണ് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ സോംബികളുടെ മുഖത്തൊക്കെ വർണ്ണ കളറുകളാണ്. നമ്മുടെ സാമാകട്ടെ അതൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഒച്ച അധികം വെളിയിൽ കേൾക്കാത്ത രീതിയിൽ ഒരു പാട്ടും വെച്ച് ശ്രീകുമാർ മേനോൻ മൈക്കിൾ ജാക്സന്റെ സിനിമ സംവിധാനം ചെയ്താൽ നായകൻ കളിക്കുന്ന ഡാൻസ് പോലെ ഒരു ഡാൻസും കളിച്ച് സാം സമയം കളയുകയാണ്. ആ സമയത്ത് എന്തോ ഒരു ദുർഗന്ധം ആ മുറിയാകെ പരക്കുന്നു. സാം അതെന്താണെന്ന് നോക്കുന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല, അവന്റെ തൊട്ട് താഴത്തെ ഫ്ലോറിൽ ഒരു അപ്പൂപ്പൻ സ്വയം വെടിവെച്ച് മരിച്ചിരുന്നില്ലേ, അയാളുടെ ശരീരം അഴുകി ദ്രവിച്ച് നാറുന്നതാണ്. ഉടനെ തന്നെ സാം തന്റെ മൂക്കിന് ചുറ്റുമായിട്ട് തുണി വലിഞ്ഞു മുറുക്കി കെട്ടി ആ ശരീരം ഒരു തുണിയിൽ പൊതിഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് എറിയാമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ എന്തോ അവന്
ഒരു അനാഥ ശവം പോലെ അത് വലിച്ചെറിയാൻ തോന്നിയില്ല. ആ അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെയും ശരീരം തുണി കൊണ്ട് നന്നായി കെട്ടി വരിഞ്ഞ് ബെഡിലേക്ക് വെച്ച് അവരിരുവരുടെയും ഫാമിലി ഫോട്ടോ ആ ബെഡിലേക്കായി വെച്ചിട്ട് തനിക്കറിയാവുന്ന ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ് സാം. ശേഷം ആ മുറിയുടെ വാതിലടച്ച് അതിന്റെ ഗ്യാപ്പുകളെല്ലാം ടാപ്പ് ഉപയോഗിച്ച് ഭദ്രമായി അടച്ചു വെക്കുന്നു. സ്മെല്ല് പുറത്തേക്ക് വരരുതല്ലോ. അതിനുശേഷം സാം ചെന്ന് കുളിക്കുന്നു. പക്ഷെ കുളിച്ചു തീരുന്നതിന് മുമ്പ് വെള്ളം അങ്ങോട്ട് തീർന്നു. അങ്ങനെ രാത്രി സാം കിടന്നുറങ്ങുകയാണ്. ആ സമയത്ത് എന്തോ വ്യത്യസ്തമായ ശബ്ദം അവന്റെ ഡോറിന് മുന്നിൽ നിന്ന് കേൾക്കുന്നു. ഉടനെ തന്നെ ഞെട്ടി എഴുന്നേറ്റ് ഗണ്ണും കയ്യിൽ പിടിച്ച് ആ ശബ്ദത്തിന് കാതോർക്കുന്നു. ആ ശബ്ദം തൊട്ടടുത്തെത്തിയപ്പോ സാം ഗണ്ണ് ഉപയോഗിച്ച് ഡോറിന് നേരെ വെടിവെക്കാൻ ശ്രമിക്കുന്നു. എവിടെ തോക്കിലൊരൊറ്റ ഉണ്ട പോലുമില്ല. എല്ലാം കാലി. ഞാനും കാലിയാണല്ലോ ഈശ്വരാന്നും പറഞ്ഞിട്ട് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് സാം. വെറും സ്വപ്നം. ഇങ്ങനെ ആവശ്യമില്ലാത്ത സ്വപ്നം കണ്ട് നമ്മളെ പഠിപ്പിക്കാൻ അല്ലേ? അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ താടിയൊക്കെ ഷേവ് ചെയ്ത് ആ വീടിനുള്ളിൽ തന്നെ ജോഗിങ് നടത്തുകയാണ് നമ്മുടെ സാം. സ്വന്തം റൂം മാത്രം പോരാ, സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയി സെക്കൻഡ് ഫ്ലോറിലും ഒക്കെ ഓടടാ ഓട്ടം. നേരത്തെ കുളിക്കുന്ന സമയത്ത് വെള്ളം തീർന്നു പോയല്ലോ. ഇപ്പൊ വെള്ളത്തിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ ടെറസിന്റെ മുകളിൽ വെച്ച് വെള്ളം ശേഖരിക്കുന്നു. ആ വെള്ളം ഉപയോഗിച്ചാണ് കഷ്ടപ്പെട്ട് കുളിക്കുന്നത്. നമ്മളാണെങ്കിൽ ഒരു ദിവസം വെള്ളമില്ലെങ്കിൽ ഒന്ന് കുളിക്കാതൊക്കെ നിൽക്കുമല്ലേ, അല്ലാതെ ഇമാതിരി കഷ്ടപ്പാടൊന്നും കാണിക്കാൻ നിൽക്കില്ല. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു കിടിലൻ സിഗരറ്റൊക്കെ വലിച്ചിട്ട് പുറത്തേക്ക് വരുന്നു. ആ സമയത്താണ് ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുന്ന അപ്പൂപ്പൻ സോംബിയെ കാണുന്നത്. അവിടെയുള്ള എല്ലാ വീടുകളും പരിശോധിച്ചത് കൊണ്ട് തന്നെ സാമിന് ഈ അപ്പൂപ്പൻ ഒരു ഡോക്ടറാണെന്ന് ഒരു വീട്ടിലുള്ള ID കാർഡ് കിട്ടിയപ്പോൾ മനസ്സിലായി. അവിടെയാണെങ്കിൽ സംസാരിക്കാൻ വേറെ ആൾക്കാരൊന്നുമില്ലല്ലോ. അതുകൊണ്ട് സാം ആ സോംബി അപ്പൂപ്പനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സോംബി അപ്പൂപ്പനാകട്ടെ വെറിയോടെ സാമിനെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ, സാം അവിടെ കെട്ടിയിട്ടിട്ടല്ലേ ഉള്ളത്. പക്ഷെ എങ്ങാനും പുറത്തെത്തിയ പിന്നെ സാമിന്റെ കാര്യം പോക. അടുത്ത ദിവസം വീണ്ടും ടോയ് സ്നൈപ്പർ ഗൺ ഉപയോഗിച്ച് സാം സോംബിയെ വെടിവെച്ച് കളിക്കുകയാണ്. പക്ഷെ ആ ഉന്നം പഴച്ചുപോയി. സോംബിക്കിട്ട് കൊണ്ടില്ല. ആ സോംബി വേട്ടെ ഇനി ആരെ വെടിവെക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സാം ആ സ്ട്രീറ്റ് മുഴുവൻ നോക്കുകയാണ്. ആ സമയത്ത് ഒരു പൂച്ച അതുവഴി ഓടിപ്പോകുന്നത് സാം കാണുന്നു. ആ പൂച്ചയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഫ്ലാറ്റിൽ എന്റെ കൂടെ വളർത്താൻ പറ്റുമെന്ന് സാമിന് തോന്നുന്നു. ഉടനെ തന്നെ സാം താഴേക്ക് ഇറങ്ങിപ്പോകുന്നു. പതിയെ മെയിൻ ഡോർ തുറന്ന് ഭക്ഷണ സാധനം കാണിച്ച് അവൻ പൂച്ചയെ വിളിക്കുന്നു. പൂച്ച ഓടി അവന്റെ അടുത്തേക്ക് വരുന്നത് പോലെ കാണിച്ചിട്ട് നൈസായിട്ട് യൂട്ടേൺ അടിച്ച് വേറെ സ്ഥലത്തേക്ക് പോയി. ഡെയിലി ഭക്ഷണം കൊടുക്കുന്നവർ വിളിച്ചാൽ വരാത്ത പൂച്ചയാണ് ഇനി ഇങ്ങനെ ഒരു തവണ ഭക്ഷണം കാണിക്കുമ്പോഴത്തേക്ക് ഓടി അവന്റെ അടുത്തേക്ക് വരുന്നത് അല്ലേ. പൂച്ചയെ വളർത്തുന്നവർക്ക് അറിയാലോ അല്ലെ. എങ്ങനെയെങ്കിലും ആ പൂച്ചയെ പിടിക്കണമെന്ന് ചിന്തിച്ച് സാം ആ ഫ്ളാറ്റിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. വാതിൽ അടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഗണ്ണ് വാതിലിനിടയിലേക്ക് ലോക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് പൂച്ചയെ പിടിക്കാനായി പോകുന്നു. നിർഭാഗ്യവശാൽ ഒരു സോംബി അവനെ കാണുന്നു. അവനെ കടിച്ച് കീറുന്നതിനായി ഓടി അവന്റെ അടുത്തേക്ക് വരുന്നു. അതിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് സാം ഒരു കാറിനുള്ളിലേക്ക് കയറിയിരിക്കുന്നു. എവിടെ സോംബി വിടുവോ, അതിന്റെ ഉള്ളിലേക്ക് കയറി അവനെ പിടിച്ച് വലിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സോംബി. സാം ആ സോംബിയുമായിട്ട് മൽപ്പിടുത്തം നടത്തുന്നതിനിടയിൽ വേറെ കുറെ സോംബികൾ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങി. ഒരു രക്ഷയില്ലാതെ എങ്ങനെയൊക്കെ കൂടി അതിനെ തള്ളി മാറ്റി കാറിന്റെ ഡോറും തുറന്ന് അവൻ ഓടി അപ്പാർട്ട്മെന്റിലേക്ക് ചാടി കയറി വാതിലടച്ച് സെക്യൂരിറ്റി റൂമിലേക്ക് പോയിട്ട് ജനൽ വഴി എത്തി നോക്കുന്നു. അപ്പോഴേക്കും കുറെ സോംബികൾ ജനലിന്റെ അടുത്തേക്ക് എത്തി. പേടിച്ചു പോയ അവൻ വേഗം ജനലിന്റെ വാതിലടച്ച് കർട്ടണൊക്കെ ഇട്ട് പേടിച്ചു വിറച്ചു നിൽക്കുന്നു. ശേഷം അവിടെ നിന്ന് തിരിച്ചു പോകാൻ നോക്കുമ്പോഴാണ് താൻ നടന്നു വന്ന വഴിയെല്ലാം രക്തം കട്ട കെട്ടി കിടക്കുന്നത് അവൻ കാണുന്നത്. അവൻ ആകെ അന്തം വിട്ടുപോയി. പൂച്ചയെ പിടിക്കാൻ പോയി സോംബിയുടെ കടി വാങ്ങിയ സാം ആകെ പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. കാലിലെ മുറിവുകളൊക്കെ അവൻ പരിശോധിക്കുന്നു. താനും സോംബിയായി മാറുമോ എന്ന് പേടിച്ച് വിറച്ചുപോയി അവൻ. കണ്ണിലും ശരീരത്തിലും ഒക്കെ എന്തെങ്കിലും ചേഞ്ചസ് കാണുന്നുണ്ടോ എന്ന് അവൻ ചെക്ക് ചെയ്യുന്നു. പക്ഷെ അതുവരെ ഒരു ചേഞ്ചസും കാണുന്നുണ്ടായിരുന്നില്ല. താൻ സോംബിയായി മാറിയാൽ ഉടനെ സ്വയം വെട്ടിവെച്ച് മരിക്കാമെന്ന് കരുതി ഗണ്ണുമെടുത്ത് തൊണ്ടയിലേക്ക് ഉണ്ട കീറുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് ട്രിഗറും പിടിച്ചിരിക്കുകയാണ് സാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും പാവം സാം ഉറങ്ങിപ്പോയി. ജസ്റ്റ് മിസ് ഈ പുണ്ട മണ്ടേ കയറി ചത്തേനെ. നന്നായിട്ട് പേടിച്ചു പോയെങ്കിലും താൻ സോംബി ആയിട്ടില്ല എന്നുള്ള സന്തോഷം കൊണ്ട് വായ പൊളന്ന് പൊട്ടിച്ചിരിക്കുകയാണ് സാം. അടുത്ത ദിവസം സാം ബാൽക്കണിയിലുള്ള ചെടികൾക്കെല്ലാം വെള്ളം നനയ്ക്കുകയായിരുന്നു. ആ സമയത്ത് അവൻ എന്തോ ശബ്ദം കേൾക്കുന്നു. തന്നെ പോലെ വേറെ ആരോ അവിടെ ജീവനോടെ ഉണ്ടോ എന്ന് സാമിന് സംശയം തോന്നുന്നു. ആരെങ്കിലും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ഉച്ചത്തിൽ അവൻ വിളിച്ചു ചോദിക്കുന്നു. പക്ഷെ ആരും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു പൊട്ടിപ്പോയ ബൈനോക്കുലർ വെച്ച് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ നോക്കുന്നു. ആ സമയത്ത് അതിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ആൾപെരുമാറ്റം അവൻ കാണുന്നു. സാം വീണ്ടും വീണ്ടും ആ അപ്പാർട്ട്മെന്റിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അവന് പെട്ടെന്ന് ശരീരം തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി.
സാം ഉടനെ തന്നെ വെള്ളം ചൂടാക്കി ബാത്ത് ടബിലേക്ക് ഒഴിച്ച് ആ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നു. പെട്ടെന്ന് പുറത്തെന്തോ ശബ്ദം കേട്ട് അവൻ ആകെ ഞെട്ടിത്തരിച്ചു വറച്ചുപോയി. ആ പേടി കാരണം അവന് സമാധാനത്തോടെ കുളിക്കാൻ പോലും പറ്റാതായി. ഇതൊക്കെ തന്റെ മനസ്സിന് തോന്നുന്നതാണെന്നും അങ്ങനെ ശബ്ദമൊന്നും ഇല്ല എന്നും അവൻ തന്നെ പറഞ്ഞു വിശ്വസിപ്പിക്കുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അവൻ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ഭക്ഷണവും തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണവും തീരാറായി. ഈ സോംബികളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നില്ല, ഇവിടെ നിന്ന് പുറത്തു കിടക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ അതൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻ അടിച്ച് വട്ട് പിടിച്ചതുപോലെ ഇരിക്കുകയാണ് സാം ഉടനെ തന്നെ എഴുന്നേറ്റ് പോയിട്ട് ആ ലിഫ്റ്റിൽ കിടക്കുന്ന അപ്പൂപ്പൻ സോംബിയില്ലേ അയാളുടെ മുന്നിൽ ചെന്ന് നിന്ന് തന്റെ വിഷമങ്ങളൊക്കെ തുറന്നു പറയുന്നു. എന്നിട്ട് സോംബിക്കെന്ന് മനസ്സിലാവാൻ ആ സോംബി ആകട്ടെ എന്നെങ്കിലും ഇവനെ കഴിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊതിയോടെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും അവൻ ആ ഡ്രം സെറ്റിനടുത്തേക്ക് പോകുന്നു. ആ ബിൽഡിങ്ങിന് ചുറ്റും എത്രമാത്രം സോംബികളുണ്ടെന്നും അവയുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണെന്നും അറിയുന്നതിന് വേണ്ടിയിട്ട് സാം എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡ്രം വളരെ ഒച്ചത്തിൽ അടിച്ച് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. ആ ശബ്ദം കേട്ട് സോംബികളെല്ലാം കൊല വെറിയോടെ സാമിന്റെ അപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. സാമാവട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ വീണ്ടും വീണ്ടും അടിച്ച് ഒച്ചപ്പാടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോംബികളെല്ലാം ഒന്നിനു മേലെ ഒന്നായി കയറി ആ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. സാം എന്ത് ചെയ്തു എന്നറിയോ, ഒരു ഡ്രമ്മും എടുത്ത് വന്നിട്ട് ബാൽക്കണിയിൽ നിന്നിട്ട് ചറപറാ കൊട്ട് സോംബികളെ എല്ലാം അവൻ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഡ്യൂഡ് പറഞ്ഞതുപോലെ ദിസ് ഈസ് മൈ എന്റർടൈൻമെന്റ് എന്ന് അവൻ അല്ലറി വിളിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി സാം ഉറങ്ങുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം സ്വപ്നത്തിൽ കേട്ടതുപോലെ ഒരു ശബ്ദം കേൾക്കുന്നു. അവൻ ചാടി എഴുന്നേൽക്കുന്നു. അതോടെ ഇത് സ്വപ്നമല്ല എന്ന് അവൻ മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ സാം ഗണ്ണെടുത്ത് റെഡിയായി നിൽക്കുന്നു. ശബ്ദം കതകിന്റെ തൊട്ടടുത്തെത്തിയതും സാം നിറയൊഴിക്കുന്നു. പെട്ടെന്ന് ആരോ നിലവിളിക്കുന്ന ശബ്ദം കേട്ട് അവൻ ഞെട്ടിപ്പോയി. പതറിപ്പോയ അവൻ എന്താണ് സംഭവം എന്ന് പോയി നോക്കുമ്പോൾ ഒരു പെൺകുട്ടി വയറ്റിൽ വെട്ടികൊണ്ട് വീണ് കിടക്കുകയാണ്. സാം വേഗത്തിൽ അവളെ എടുത്ത് ബെഡിലേക്ക് കിടത്തി അവൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും അവളുടെ ബോധം പോയിരുന്നു. അതിനുശേഷം സാം അവളുടെ ശരീരത്തിൽ നിന്നും ബുള്ളറ്റുകൾ ഓരോന്നായി എടുത്തു മാറ്റുന്നു. ശേഷം മരുന്ന് വെച്ച് മുറിവുകൾ കെട്ടുന്നു. പക്ഷെ എന്നിട്ടും അവളുടെ ബോധം തെളിഞ്ഞിരുന്നില്ല. പാവം സാം താൻ കാരണമാണല്ലോ അവൾക്ക് ഈ ഗതി വന്നത് എന്ന് ആലോചിച്ച് പുറത്തുപോയി കരയുന്നു. അടുത്ത ദിവസം രാവിലെ ഈ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് നിൽക്കുകയാണ് സാം. ആ സമയത്ത് പെട്ടെന്ന് മുറിയിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. സാം അങ്ങോട്ടേക്ക് പോയി നോക്കുമ്പോഴേക്കും ആ പെൺകുട്ടി വളരെയധികം കഷ്ടപ്പെട്ട് അങ്ങോട്ടേക്ക് നടന്നു വരികയാണ്. അത് കണ്ടപ്പോൾ സാമിന് ഭയങ്കര സന്തോഷമായി. അവൻ അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. ശേഷം തന്റെ പേര് സാമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നു. അതിന് മറുപടിയായിട്ട് അവൾ തന്റെ പേര് സാറയാണെന്ന് പറയുന്നു. അങ്ങനെ രണ്ടുപേരും പരസ്പരം കുറെ നേരം സംസാരിച്ചിരിക്കുന്നു. ശേഷം സാം അവൾക്ക് ആ ഫ്ളാറ്റിലെ എല്ലാ സ്ഥലങ്ങളും കാണിച്ചു കൊടുക്കുന്നു. ലിഫ്റ്റിലുള്ള അപ്പൂപ്പൻ സോംബിയെ കണ്ട് അവൾ ആകെ ഞെട്ടിപ്പോയി. പേടിക്കണ്ട, പുള്ളിക്കാരൻ നമ്മളെ ഒന്നും ചെയ്യില്ല എന്ന് സാം സാറയോട് പറയുന്നു. ശേഷം സോംബി അപ്പൂപ്പനെ അവൾക്ക് പരിചയപ്പെടുത്തുന്നു. അതിനുശേഷം സാം സാറയ്ക്ക് മ്യൂസിക് ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. സാറ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ അടുത്തുള്ള ഫുഡിന്റെ ക്വാണ്ടിറ്റി ഇപ്പോൾ വളരെയധികം കുറവാണ്. രണ്ടുപേർക്കും കൂടി അത് മതിയാവില്ല. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ ഫസ്റ്റ് ഫ്ലോറിൽ ആ ഇൻഡു മാർക്കറ്റ് റൂം ഉണ്ടല്ലോ അതിനുള്ളിലേക്ക് കയറിപ്പോവാൻ സാം തീരുമാനിക്കുന്നു. അതിനുവേണ്ടി പുള്ളി ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീടിന്റെ ഡോറിന് ഒരു ഹോൾ ഇടുന്നു. അതുവഴി ആ 3 സോംബികളെയും വെട്ടിവെച്ച് കൊന്നിട്ട് ആ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നു. സാമിന് ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ ആ ഫ്ളാറ്റിൽ നിന്നും അവന് കിട്ടുന്നു. അതെല്ലാം എടുത്ത് അവൻ തന്റെ മുറിയിലേക്ക് പോകുന്നു. മുറിയിലെത്തിയപ്പോൾ അവിടെ സാറയെ കാണാനില്ല. സാം ഉടനെ തന്നെ അവളെ അന്വേഷിച്ച് റൂഫ് ടോപ്പിലേക്ക് പോകുന്നു. സാറയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തുപറ്റി, എന്താ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് സാം അവളോട് ചോദിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഫുഡ് കിട്ടി, പക്ഷെ അത് എത്ര നാളത്തേക്ക് ഉണ്ടാവും? അതിനുശേഷം എന്ത് ചെയ്യും? എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരിക്കലും ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിക്കാത്തത്? അതിനുള്ള ശ്രമങ്ങളൊന്നും തന്നെ നിങ്ങൾ നടത്തുന്നില്ലല്ലോ. നിങ്ങളെപ്പോലെ തന്നെ വേറെയും ചിലരൊക്കെ ഈ സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങൾക്കും അവരോടൊപ്പം പോയി ചേർന്നുകൂടെ എന്ന് സാറ സാമിനോട് ചോദിക്കുന്നു. അതോ രക്ഷപ്പെടാൻ പോലും ശ്രമം നടത്താതെ ഇവിടെ തന്നെ കിടന്ന് ചാവാനാണോ നിങ്ങളുടെ തീരുമാനം? പോയി രക്ഷപ്പെട്ടൂടെ നിങ്ങൾക്ക് എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് സാറ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവൾ പറഞ്ഞതാണ് ശരിയെന്ന് സാമിനും തോന്നുന്നു. അവളെ എങ്ങനെയെങ്കിലും സമാധാനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സാം താഴേക്ക് പോകുന്നു. താഴെ എത്തിയപ്പോൾ സാറയുടെ മുറി അടച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അവൻ വാതിലിന് പുറത്തു നിന്ന്, സാറ നീ പറഞ്ഞതൊക്കെ ശരിയാണ്, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം, ഒന്നും ചെയ്യാതിരിക്കുന്നതിന് എന്നോട് ക്ഷമിക്ക് എന്ന് സാം സാറയോട് പറയുന്നു. സാറ മറുപടിയൊന്നും പറയുന്നുണ്ടായിരുന്നില്ല. അതോടെ സാം ആ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്നു. അപ്പോഴാണ് സാമിന് ഒരു കാര്യം റിയലൈസ് ആയത്. അന്ന് വെടിയേറ്റ ദിവസം തന്നെ സാറ മരിച്ചിരുന്നു. അതിനുശേഷം താൻ ചിന്തിച്ചു കൂട്ടിയ ഒരു സാങ്കല്പിക ലോകത്തിലായിരുന്നു സാറ ജീവിച്ചിരുന്നത്. ഒറ്റക്കായപ്പോ ഒരു കൂട്ടുണ്ടെന്ന് ചിന്തിച്ചു കൂട്ടിയതാണ് സാം. സത്യം മനസ്സിലായതോടെ താനാണല്ലോ അവളെ കൊന്നത് എന്നുള്ള വേദനയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സാം. കുറച്ചു സമയത്തിന് ശേഷം സാറയുടെ ശരീരം വെള്ള തുണിയിൽ പൊതിഞ്ഞ് അതിനു ചുറ്റും കാൻഡിൽ ലൈറ്റുകൾ കത്തിച്ചു വെച്ച് സാം അവൾക്ക് വേണ്ട മരണാനന്തര ചടങ്ങുകൾ ചെയ്യുന്നു. ശേഷം അവളുടെ ബാഗ് അവൻ പരിശോധിക്കുന്നു.
അതിനുള്ളിൽ ഒരു ബിൽഡിങ്ങിൽ നിന്ന് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള കയറും അതിന്റെ ആവശ്യമായ സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് അവൻ എടുത്തു വയ്ക്കുന്നു. അതിനുശേഷം അതിനുള്ളിൽ നിന്ന് കിട്ടിയ ഒരു ക്യാമറയിൽ സാറയുടെ ഫാമിലി ഫോട്ടോ അവൻ കാണുന്നു. സാറയുടെ കുഞ്ഞും അവളുടെ ഭർത്താവും ഒക്കെ അതിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരു സോംബിയുടെ ഫോട്ടോയും അതിലുണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് സോംബിയായി മാറിയതിനു ശേഷമുള്ള ഒരു ഫോട്ടോ. അവനെ അന്വേഷിച്ചാണ് സാറ ആ ബിൽഡിങ്ങിലേക്ക് വന്നത്. അതറിയാതെ അവളെ കൊന്നല്ലോ എന്ന് സാം വിഷമിക്കുന്നു. താൻ ഇവിടെ അകപ്പെട്ടു പോകാനും ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്യാനും ഒക്കെ കാരണമായത് താൻ അന്വേഷിച്ചു വന്ന ആ കാസറ്റ് ആണല്ലോ എന്ന് സാം ഓർക്കുന്നു. അതിന്റെ ദേഷ്യത്തിൽ അവൻ ആ കാസറ്റുകളൊക്കെ വാരിക്കൂട്ടി തീയിട്ട് കത്തിക്കുന്നു. ശേഷം ആ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ചെന്ന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് സാം. ആ സമയത്താണ് ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്ന ആ സോംബി മുത്തച്ഛന്റെ കാര്യം അവൻ ഓർക്കുന്നത്. ഇവിടെ നിന്ന് താൻ പോകുന്നതിന് മുമ്പ് അയാളെ ആ ലിഫ്റ്റിൽ നിന്നും പുറത്തിറക്കി വിട്ടേക്കാമെന്ന് സാം ചിന്തിക്കുന്നു. അങ്ങനെ സാം നേരെ ചെന്ന് ആ സോംബി മുത്തച്ഛനെ ലിഫ്റ്റിൽ നിന്നും പതിയെ പുറത്തേക്കിറക്കി ശ്രദ്ധിച്ച് അയാൾ ഒരു ഫ്ളാറ്റിനുള്ളിലേക്ക് കയറ്റി വിടുന്നു. ആ സമയത്താണ് സാം ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു സംഭവം നടക്കുന്നത്. അവൻ നേരത്തെ ആ കാസറ്റൊക്കെ കത്തിച്ചിരുന്നല്ലോ, അതിന്റെ ഭാഗമായിട്ട് ആ ഫ്ളാറ്റിലെ ഫയർ അലാറം അടിക്കുന്നു. സാധാരണ ആൾക്കാരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫയർ അലാം. ഇതിപ്പുറത്തിന് പണി കൊടുക്കാനുള്ള അലാറമായി പോയി. ചെറിയൊരു ശബ്ദം കേട്ടാൽ തന്നെ സോംബികൾ വിടില്ല. അപ്പൊ പിന്നെ ആ നിലവിളി ശബ്ദത്തിന്റെ കാര്യം പറയണോ? സാം താഴേക്ക് നോക്കുമ്പോഴേക്കും ജനലും മെയിൻ ഡോറും എല്ലാം തകർത്തെറിഞ്ഞ് സോംബി പട തന്നെ അങ്ങോട്ടേക്ക് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സാമിനെ കണ്ട സോംബികളെല്ലാം അവന്റെ അടുത്തേക്ക് പാഞ്ഞെടുത്തു. വേറെ വഴിയില്ലാതെ നമ്മുടെ സോംബി അപ്പൂപ്പൻ കിടന്നിരുന്ന ലിഫ്റ്റിനുള്ളിലേക്ക് അവൻ കയറി വാതിലടയ്ക്കുന്നു. ആ സോംബികളെല്ലാം ഗ്രിൽസിലൂടെ കൈയിട്ട് അവനെ പിടിച്ച് വലിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആ ലിഫ്റ്റിനുള്ളിലൂടെ മുകളിലേക്ക് ഒരു വഴിയിരിക്കുന്നത് അവൻ കാണുന്നത്. അതുവഴി അവൻ വലിഞ്ഞ് മുകളിലേക്ക് കയറുന്നു. ഓരോരോ ഫ്ലോറിലൂടെയും മുകളിലേക്ക് കയറി അവൻ അവസാനം 5th ഫ്ലോറിലേക്ക് വരുന്നു. അപ്പോഴേക്കും ഒരു സോംബി ഇവനെ കണ്ട് അങ്ങോട്ടേക്ക് ഓടി വരാൻ തുടങ്ങി. സാം വേഗം തന്നെ ഓടിപ്പോയി ഒരു ഫ്ളാറ്റിനുള്ളിലേക്ക് കയറുന്നു. സോംബിയും അവന്റെ പിന്നാലെ തന്നെ കയറുന്നു. ആ സോംബി അവനെ കടിച്ചു കീറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സാം കയ്യിൽ കിട്ടിയൊരു വെള്ള തുണിയെടുത്ത് ആ സോംബിയുടെ മുഖത്തേക്ക് വലിച്ചിടുന്നു. അതോടെ സോംബിക്ക് നമ്മുടെ സാം എവിടെയാണെന്ന് കാണാൻ പറ്റാതെയായി. ഉടനെ തന്നെ സാം അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ സോഫ എടുത്ത് ആ സോംബിയുടെ മേലേക്കിട്ട് അതിനുശേഷം ആ സോഫ വഴി മുകളിലേക്ക് കയറി, നേരത്തെ മുകളിൽ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ വെടിവെച്ചിട്ട്, അതുവഴി മുകളിലേക്ക് കയറി 6th ഫ്ലോറിലേക്ക് വരുന്നു. 6ാമത്തെ ഫ്ലോറിലാവട്ടെ ഇവ നേരത്തെ കാസറ്റ് എരിച്ചതുകൊണ്ട് മുഴുവൻ പുകയാണ്. ആകെ ഇരുട്ടും. അവിടെ മുഴുവൻ സോംബികൾ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവയ്ക്കൊന്നും ആ ഇരുട്ടിൽ കണ്ണു കാണുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ സാമനും കാര്യമായിട്ട് കാണുന്നൊന്നുമില്ല. എന്നാലും അവൻ എങ്ങനെയൊക്കെ കൂടി ശബ്ദമുണ്ടാക്കാതെ ആ സോംബികളുടെ ഇടയിലൂടെ പതിയെ പതിയെ നടന്നു നീങ്ങുന്നു. അങ്ങനെ സാം ആ ബിൽഡിങ്ങിന് മുകളിലേക്ക് എത്തുന്നു. വേറെ വഴിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നേരത്തെ സാറയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ റോപ്പ് ഉണ്ടല്ലോ, അതുപയോഗിച്ച് അവിടെ ഒരു കെട്ട് കെട്ടി അടുത്ത ബിൽഡിങ്ങിലേക്ക് അത് എറിയാൻ നോക്കിയാണ്. പക്ഷെ എന്ത് ചെയ്തിട്ടും അത് കൃത്യമായിട്ട് പോയിട്ട് ലാൻഡ് ചെയ്യുന്നില്ല. അപ്പോഴേക്കും ഒരു സോംബി അങ്ങോട്ടേക്ക് വരുന്നു. അത് അടുത്തെത്തുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും അപ്പുറത്തേക്ക് എത്തണം എന്നുള്ള രീതിയിൽ സാം ആ കയർ കറക്കി ദൂരേക്ക് എറിയുന്നു. പക്ഷെ അവൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയിട്ട് നിന്നില്ല എങ്കിലും അത് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് ലോക്കാവുന്നു. എങ്ങനെയെങ്കിലും സോംബിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് വേറെ വഴിയില്ലാതെ അവൻ ആ കയറിന്റെ മറ്റേ അറ്റം അരയിൽ കെട്ടി താഴേക്ക് ചാടുന്നു. സാം ഒരു പ്രൊഫഷണൽ ജമ്പറൊന്നും അല്ലല്ലോ. നേരെ ചെന്ന് ചുമരിനടിച്ച് ബോധം കെടുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് സാമിന് ബോധം വന്നത്. ശേഷം അവൻ പതിയെ ആ ചുമര് വഴി മുകളിലേക്ക് കയറാൻ തുടങ്ങി. തൊട്ടടുത്ത് തന്നെ ഒരു കണ്ണാടി ചില്ലിലൂടെ ഒരു സോംബി അവനെ തന്നെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ കഷ്ടപ്പെട്ട് മുകളിലെത്തിയ സാമിന് ദൂരത്ത് നിന്നും ഒരു ബെൽ സൗണ്ട് കേൾക്കുന്നു. തന്നെ പോലെ തന്നെ ഈ സോംബികളിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യർ അവിടെയുമുണ്ടെന്ന് സാമിന് മനസ്സിലാവുന്നു. അവരായിരിക്കാം ഈ ശബ്ദമുണ്ടാക്കിയത് എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടോടുകൂടി സിനിമ അവസാനിക്കുന്നു.